കയ്യേറ്റത്താൽ ഒഴുക്കുനിലച്ച ഉത്തരപ്പള്ളിയാറിന്റെ കയ്യേറ്റം സംബന്ധിച്ച് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പരിശോധിച്ച് പഠനം നടത്തി സമഗ്ര റിപ്പോർട്ട് സമർപ്പിക്കാൻ ചീഫ് സെക്രട്ടറി ആലപ്പുഴ ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തി. ചീഫ് സെക്രട്ടറിയുടെ ഹൈക്കോടതി ആവശ്യപ്പെട്ട പ്രകാരമാണ് നടപടി. ജൂൺ മാസം വരെയാണ് കോടതി സമയം നൽകിയിരിക്കുന്നത്. വെൺമണി വില്ലേജിൽ നിന്നും ആരംഭിച്ച് ആല, ചെറിയനാട്, പുലിയൂർ, ബുധനൂർ പഞ്ചായത്തിലെ എണ്ണക്കാട് വില്ലേജിലെ പമ്പയാറിൽ അവസാനിക്കുന്ന ഉത്തരപ്പള്ളിയാറിന്റെ ഭാഗങ്ങളിലെ പാരിസ്ഥിതിക പ്രശ്നങ്ങളാണ് പരിശോധിക്കാൻ കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രകൃതി പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തകരുടെയും ഏതാനും സന്നദ്ധ സംഘടനകളുടെയും നാട്ടുകാരുടെയും നിരന്തരമായ നിവേദനങ്ങളുടെയും തുടർ സമരങ്ങളുടെയും ഫലമായി ഉത്തരപ്പള്ളിയാറിനെ വീണ്ടെടുക്കാനുള്ള നടപടികളുടെ ഭാഗമായി സർക്കാർ ഉത്തരവിറക്കുകയും അതനുസരിച്ച് റവന്യൂ സംഘം സർവേ നടപടികളും പൂർത്തിയാക്കിയിരുന്നു. പല സ്ഥലത്തും ആറിന്റെ രേഖകൾ രാജഭരണകാലത്തെ രജിസ്റ്ററിൽ പോലും കാണാനില്ല. ഉത്തരപ്പള്ളിയാർ സർവേയിൽ ചെറുതും വലുതുമായി 145 കയ്യേറ്റങ്ങൾ കണ്ടെത്തിയിരുന്നു. വെൺമണി, ആല, ചെറിയനാട്, പുലിയൂർ, എണ്ണക്കാട് വില്ലേജുകളിലൂടെ 6 കടന്നുപോകുന്നുണ്ട്. ഇതിൻ്റെ 10 കിലോമീറ്റർ തോടായിട്ടുണ്ട്. ഇതിൽ പകുതി നേർത്ത നീർച്ചാൽ മാത്രമാണ്. കുളിക്കാമ്പാലം മുതൽ 2 കിലോമീറ്റർ 6 കാണാനേയില്ല. പക്ഷേ 6 ഒഴുകിയ അടയാളങ്ങൾ ഭൂമിയിൽ കാണാം. പുലിയൂരിൽ 6ന്റെ രേഖകൾ രാജഭരണകാലത്തെ സെറ്റിൽമെന്റ് രജിസ്റ്ററിൽ പോലും ഇല്ല. 6 ഒഴുകിയിരുന്ന ഭാഗം പലർക്കും പതിച്ചു കൊടുത്തിരിക്കുന്നു. ഉത്തരപ്പള്ളിയാറ് തെളിയുന്നതിന് വേണ്ടി അത് ഈ വെള്ളക്കെട്ട് മലിനജലം ഒഴുകിപ്പോകുന്നതിനും ഈ മഴക്കാലത്ത് നൂറുകണക്കിന് ആളുകളെ ഇതിന് രക്ഷിക്കുന്നതിനും ഉത്തരപ്പള്ളിയാറ് തെളിഞ്ഞാൽ മതിയാകും. അപ്പോൾ ഉത്തരപ്പള്ളിയാറ് തെളിയണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്, ഇവിടെ കുടിവെള്ളം മലിനജലമാണ് കിണറുകളിലെല്ലാം. അതായത് മഞ്ഞ വെള്ളം കെട്ടിക്കിടക്കുക. ഇപ്പോൾ കിണറുകളിലൊക്കെ നല്ല കുടിവെള്ളം കിട്ടുന്നില്ല. ഈ മഴക്കാലത്ത് നൂറുകണക്കിന് ആൾക്കാരാണ് ഈ വെള്ളത്തിൽ കിടന്ന് കഷ്ടപ്പെടുന്നത്. മൂന്നാമത്, ഈ മാരക രോഗങ്ങൾക്ക് അടിമയാണ് ഇന്ന് ജനങ്ങൾ. ഈ പ്രദേശത്ത് വെള്ളക്കെട്ട് കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് കൊണ്ട് അതിന് ഉത്തരപ്പള്ളിയാർ തെളിയണമെന്ന് ആഗ്രഹിക്കുന്നു. ഇതിനു വേണ്ടി കുടിലുകെട്ടി സമരം ചെയ്ത ഒരാളാണ് ഞാൻ. പമ്പയും അച്ചൻകോവിലാറും തമ്മിൽ ബന്ധിപ്പിക്കുന്ന 18 കിലോമീറ്റർ നീളത്തിലാണ് 6 ഒഴുകിയ വഴി. വെൺമണി പുത്താറ്റിൻകരയിൽ തുടങ്ങി എണ്ണക്കാട് വില്ലേജിലെ ഇല്ലിമലയിലാണ് അവസാനിക്കുന്നത്. ഏതാണ്ട് 40 വർഷമായി 6 ഓർമ്മ മാത്രമാണ്. കരപ്രദേശമായ ഭാഗത്ത് ഇരുനില കെട്ടിടങ്ങൾ ഉയർന്നു. 6 ഒഴുകിയ കഥയറിയാതെയാണ് പലരും ഇവിടെ ഭൂമി വാങ്ങിച്ചതും കെട്ടിടങ്ങൾ പണിഞ്ഞതും. വസ്തുവിൻ്റെ ആധാരവും മറ്റും കൈവശമുള്ള ഇവരിൽ പലരും കരമടയ്ക്കുന്നുമുണ്ട്. ഇതിനിടെ 6നെ വീണ്ടെടുക്കാനുള്ള പരിസ്ഥിതി പ്രവർത്തകരുടെയും നാട്ടുകാരുടെയും ശ്രമഫലമായി 6ന്റെ പുനരുജ്ജീവനത്തിന് സർക്കാർ പച്ചക്കൊടി കാട്ടിയെങ്കിലും നടപടികൾ ഇഴയുകയാണ്. 2018 6ന്റെ പുനരുജ്ജീവന നടപടിക്ക് അനുകൂലമായി കോടതി വിധിയും വന്നിരുന്നു. ഇതിന്റെ പകർപ്പുകൾ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങൾക്കും റവന്യൂ, ഇറിഗേഷൻ, കൃഷി വകുപ്പുകൾക്കും കൈമാറിയിരുന്നു. ആലപ്പുഴ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്, ചെങ്ങന്നൂർ RDO വിജയസേനൻ, ആലപ്പുഴ ഡെപ്യൂട്ടി കളക്ടർ ജോളി ജോസഫ്, ചെങ്ങന്നൂർ ഭൂരേഖ തഹസിൽദാർ ഷീബ മാത്യു, ഡെപ്യൂട്ടി തഹസിൽദാർ സ്റ്റാൻലി ജോൺ, ആലപ്പുഴ ജോയിന്റ് ഡയറക്ടർ ശ്രീകുമാർ, ആലപ്പുഴ പഞ്ചായത്ത് IVO ഉദയസിംഹൻ, വെൺമണി, ആല, ചെറിയനാട്, പുലിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, വൈസ് പ്രസിഡന്റുമാർ, വില്ലേജ് ഓഫീസർമാർ, പഞ്ചായത്ത് സെക്രട്ടറിമാർ, ഇറിഗേഷൻ എഞ്ചിനീയർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെങ്ങന്നൂർ.